സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പോൾ ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് സിന്ധു നദി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് നമ്മൾ കൊടുത്ത ആ ഒരു താക്കീത്, അല്ലെങ്കിൽ ആ ഒരു നല്ല, ശരിക്കും പറഞ്ഞ നാടൻ ഭാഷയിൽ നല്ലൊരു തല്ലാണ് കൊടുത്തത്, ചെകിട്ടത്താണ് കൊടുത്തത്. സാർ, ഇപ്പോൾ അതിൻ്റെ പരിണിതഫലം ഈ രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? പാകിസ്ഥാൻ. അപ്പോൾ അതിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയൊക്കെ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവന തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. സാർ, ഇപ്പോൾ പാകിസ്ഥാൻ നമ്മുടെ അതിർത്തിയിലുള്ള ചൈനയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിനൊരു പോംവഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായി ഒരു നാലാംകിട പരിപാടിക്ക് ഇറങ്ങിയതായി ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. എന്താണ് സാർ അതിനെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ? സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അതിന്റെ ഒരു ദുരന്ത ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങളും. ഒന്ന്, ഖൈബർ പഖ്തൂൺഖ്വ, ബലൂചിസ്ഥാൻ, POK അത് വളരെ ശക്തമായ രീതിയിൽ POKയിൽ ഇപ്പോ അവരുടെ ഗവൺമെന്റ് അവിടുത്തെ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന 2-3 ആഴ്ചക്ക് മുമ്പാണ് 10-28 പേർ മരിക്കുകയൊക്കെ ചെയ്തത്. അതേപോലെ സിന്ധ് പ്രവിശ്യ, ഇവിടെ എല്ലാം ഒരു തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകണം എന്ന രീതിയിലുള്ള ഒരു പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിലാണ് തകർന്ന് അടിഞ്ഞ് തരിപ്പണമായി നിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് പാകിസ്ഥാൻ. അടുത്ത പട്ടിണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യത്വപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമമുണ്ട്. കാര്യം അവിടുത്തെയും മനുഷ്യർ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിനോടൊപ്പം നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പാകിസ്ഥാൻ സർക്കാരിന്റെ ഈ നടപടി മൂലമാണ് കഴിഞ്ഞ ഏപ്രിൽ 13, 2025 ഇന്ത്യ സർക്കാർ ഈ ഇൻഡസ് ട്രീറ്റി മരവിപ്പിച്ച്, അതായത് കെപ്റ്റ് ഇൻ അബയൻസ്, അത് മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഉണ്ടായ ഒരു സംഭവ വികാസമാണ്. വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ഈ ഇൻഡസ് വാലി ട്രീറ്റി മരവിപ്പിച്ചത്. 1960 ഉണ്ടാക്കിയ ഒരു കരാറാണ്. ഈ 60-ന് ശേഷം നമ്മൾ പാകിസ്ഥാനുമായിട്ട് 47, 65, 71, 99 ഇങ്ങനെ 4 ഇങ്ങനെയുള്ള ഇത്രയും വർഷങ്ങളിൽ 4 യുദ്ധങ്ങൾ പാകിസ്ഥാനുമായിട്ട് നമുക്ക് ഏർപ്പെടേണ്ടി വന്നു. അതിൽ 60-ന് ശേഷം 65-ലെ യുദ്ധവും, 71-ലെ യുദ്ധവും, 99-ലെ യുദ്ധവും, ഈ 3 യുദ്ധങ്ങൾ അതിതീവ്രമായി നടന്നുകൊണ്ടിരുന്നപ്പോൾ പോലും സിന്ധു നദിയിലെ ജലം പാകിസ്ഥാനിലേക്ക് അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇന്ത്യയുടെ അന്നത്തെ ഒരു ഔദാര്യം, അതല്ലെങ്കിൽ ഒരു മഹാമനസ്കത എന്നൊക്കെ മാത്രമേ അതിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം നമുക്കറിയാം, ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരാക്രമണം നമ്മൾ നേരിടുന്ന ഒരു പല രീതിയിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു പഹൽഗാം ആക്രമണം എന്ന് പറയുന്നത്. വിശേഷിച്ചും കാശ്മീർ താഴ്വര ഒരു സാധാരണ നിലയിലേക്ക്, അവിടെ സംസ്ഥാനത്തിന്റെ പദവിയൊക്കെ നേടി സാധാരണ നിലയിലേക്ക് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ ഗണ്യമായ മാറ്റം വന്ന ഒരു സാഹചര്യവുമാണ്. നമുക്കറിയാം, പഹൽഗാം ആക്രമണത്തിൽ ഒരു ഗൈഡായിരുന്ന ഒരു മുസ്ലിം യുവാവ് ആ ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു. അത് ഈ തന്റെ ഗസ്റ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമായി ആ യുവാവും വെടിയേറ്റ് മരിച്ചു. അങ്ങനെ കാശ്മീർ താഴ്വര ഒരു സാധാരണ ജനജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ കാശ്മീരിന്റെ സമാധാനം നശിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യൻ ജനതയെ വീണ്ടും തമ്മിലടിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മതം നോക്കി, കലീബ ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ട് ചൊല്ലാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വെടിവെച്ച് കൊല്ലുന്ന രീതി, അത് വളരെ പ്രകടമായിട്ട് ഈ 2 സമുദായങ്ങളെ, 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തൊരു പരിപാടിയായിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല. അതിന് അതിശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്തു. നമുക്കറിയാം, അതിനുശേഷമുള്ള അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പുകളൊക്കെ നശിപ്പിച്ചതൊക്കെ അറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 1960-ൽ തുടങ്ങിയ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി മരവിപ്പിച്ചത്. അത് മരവിപ്പിച്ച ആ സമയത്ത് പാകിസ്ഥാൻ ഇറക്കിയ സംഭവം എന്ന് പറഞ്ഞാൽ, അത്
ഒരു വാട്ടർ ടെററിസമാണ് ഇന്ത്യ കാണിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് ഇത് ഇൻഡസ് വാട്ടർ ട്രീറ്റി മരവിപ്പിക്കുന്നത് തങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിട്ടാണ് തങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തിരിച്ചടിക്കും എന്ന രീതിയിലൊക്കെ ആയിരുന്നു തുടക്കത്തിൽ അതിശക്തമായിട്ട് പാകിസ്ഥാൻ വളരെയധികം വാചാലമായത്. പക്ഷെ ഇന്ത്യ അതിനൊന്നും ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, വളരെ ഒരു സംശയരഹിതമായ രീതിയിലുള്ള ഒരു നിലപാടും മറുപടിയുമാണ് പാകിസ്ഥാൻ നൽകിയത്. അന്താരാഷ്ട്ര സമൂഹം ഈ സംഗതിയെ ഈ ഒരു സംഭവത്തെ കണക്കിലെടുത്ത രീതിയിൽ പോലും പെരുമാറിയില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ. പാകിസ്ഥാൻ പരമാവധി ശ്രമിച്ചു. അപ്പൊ ഐക്യരാഷ്ട്രസഭയിൽ ഇത് ഉന്നയിക്കാൻ ശ്രമിച്ചു, അന്താരാഷ്ട്ര വേദികളിൽ ഇത് ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അന്താരാഷ്ട്ര സമൂഹം ഈ ഒരു സംഗതിയെ ഒരു കാര്യമായ രീതിയിൽ പരിഗണിച്ചില്ല. അതിന്റെ പ്രധാന കാരണം ഈ വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ള ഇന്ത്യയുടെ നിലപാടിനോടുള്ള ഒരു ഐക്യദാർഢ്യമായിട്ടോ അതല്ലെങ്കിൽ അതിന് വിരുദ്ധമായ രീതിയിൽ. കാരണം ഏതെങ്കിലും ഒരു കക്ഷി, ഒരു രാജ്യം ഇതിനകത്ത് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പ് നൽകേണ്ടി വരും പാകിസ്ഥാനിൽ നിന്ന് ഭീകരാക്രമണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷെ അത് ആർക്കും ഉറപ്പ് നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഭീകര ആക്രമണങ്ങളുടെയും ഭീകരവാദികളുടെയും ലോകത്തിലെ സ്വർഗമാണ് പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇപ്പൊ വീണ്ടും ഈ കഴിഞ്ഞ ജൂൺ അവസാനം പാകിസ്ഥാനിൽ ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടത്തിയിട്ട് ഈ വിഷയം വീണ്ടും ഒരു അന്താരാഷ്ട്ര തല ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുകയുണ്ടായി. അന്നാണ് ഈ പറഞ്ഞത് ഇത് പാകിസ്ഥാന് മാത്രമുള്ള ഒരു പ്രശ്നമല്ല, ഇത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണ്. ഈ പാകിസ്ഥാൻ ഉൾപ്പെടെ പുറമേയുള്ള മറ്റ് രാജ്യങ്ങളെയും ഇത് ബാധിക്കുന്ന വിഷയമാണ്. ഇത് ചൈന ഇതിനകത്ത് ഇടപെടണം എന്ന് പറയാൻ കാരണം ഇത് ടിബറ്റൻ പ്ലേറ്റോയിൽ നിന്നാണ്, ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നാണ് ഈ ഇൻഡസ് നദി ഉദ്ഭവിച്ച് ലഡാക്കിലെത്തി. ലഡാക്കിൽ നിന്ന്, അതായത് ഇൻഡസ് ടിബറ്റൻ പ്ലേറ്റോയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഈ നദി വടക്ക് കിഴക്കൻ ദിശയിലേക്ക് ഒഴുകി ലഡാക്കിലെത്തി അവിടെ നിന്നാണ് പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ചത്. അപ്പൊ പാകിസ്ഥാനിലെ കൃഷിയുടെ ഏതാണ്ട് 70% ഈ വെള്ളത്തിന്റെ ആവശ്യം, അതിന്റെ ഈ ജലസേചനം നടത്തിയിരുന്നത് ഈ ഇൻഡസ് നദിയിലെ അല്ലെങ്കിൽ സിന്ധു നദിയിലെ ജലം കൊണ്ടാണ്. വിശേഷിച്ചും ഈ സിന്ധ് പ്രവിശ്യ പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ ഈ സിന്ധ് പ്രവിശ്യ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അവിടെ ഈ സിന്ധു നദി പോകുന്ന ആ ഒരു ഭാഗമാണ്. അവിടെയും ഈ ഒരു വിഷയം വലിയ ഗുരുതരമായിരിക്കുകയാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവരെ ഭരണാധികാരികളെയാണെങ്കിലും പട്ടാള മേധാവികളെയാണെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് ഒരൊറ്റ സംസ്ഥാനം മാത്രമേ അവർക്ക് പരിഗണനയുള്ളൂ. അത് ഏതാണെന്ന് വെച്ചാൽ പഞ്ചാബാണ്. പഞ്ചാബിനെ അവർക്ക് സ്വർഗമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഭരണാധികാരികളുടെയും പട്ടാള മേധാവികളുടെയും ഒക്കെ ലക്ഷ്യം. അപ്പൊ ഈ സിന്ധ് പ്രവിശ്യയിൽ നിന്ന് ഇപ്പോൾ ഒരു കനാൽ വഴി വെള്ളം പഞ്ചാബിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം, അത് സിന്ധ് ജനതയുടെ വലിയ പ്രതിഷേധവും അത് വലിയൊരു ആഭ്യന്തര പ്രശ്നമായി മാറുകയും അത് തടയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നം വരുന്നുണ്ട്. അപ്പം ഈ അവരുടെ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഈ സിന്ധ് പ്രവിശ്യയും അതുകൂടെ അങ്ങോട്ട് ഉള്ള പ്രദേശങ്ങൾ എന്നൊക്കെ പറയും. അവിടെ ഈ കാർഷിക മേഖല 70% ജലത്തിന്റെ ആവശ്യം നിറവേറ്റിയിരുന്നതും ഈ സിന്ധു നദിയിലെ ജലം കൊണ്ടാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് അവരുടെ കാർഷിക മേഖല ഏറ്റ പ്രഹരം എന്തായിരിക്കും, അവരുടെ സമ്പദ് വ്യവസ്ഥ ഏറ്റ പ്രഹരം എന്തായിരിക്കും, അത് അവിടുത്തെ ഗ്രാമീണ ജീവിതം ഒരർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വിഷമമാണ്, സങ്കടമാണ്. കാരണം സാധാരണ ജനങ്ങളാണ് ഈ അനുഭവിക്കുന്നത്. ഇന്നിപ്പോൾ നാം കാണുന്നത് പട്ടിണിയും പരിവട്ടവും കൊണ്ട് നരകയാതി അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ പല പ്രദേശങ്ങളിലെയും പ്രവിശ്യയിലും മറ്റും ഉള്ള ജനങ്ങൾ എഴുതുന്നത്. മാത്രമല്ല പാകിസ്ഥാനാണെങ്കിൽ ഇപ്പം നിരന്തര യുദ്ധത്തിലുമാണ്. ഇപ്പം അഫ്ഗാനിസ്ഥാനുമായിട്ടാണെങ്കിൽ തീവ്രമായ യുദ്ധത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിട്ട് എപ്പോഴും ഒരു ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ, ഒരു ഇപ്പൊ നമ്മളിതുവരെ ഓപ്പറേഷൻ സിന്ദൂർ ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ നിലവിലാണുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ നിലവിലാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ ഒരു പരോക്ഷമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട അവസ്ഥയാണ്. അപ്പം അവരുടെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഈ പാകിസ്ഥാന്റെ രൂപീകരണം മുതലുള്ള അവരുടെ മുഖ്യ ലക്ഷ്യം. ഈ ലക്ഷ്യം കൊണ്ടാണ് അവർക്ക് അവരുടെ രാജ്യത്തെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയത്. അങ്ങനെയാണ് ഈ
ഈ ഒരു ഗതികേടിലേക്ക് പാകിസ്ഥാൻ വഴുതിയുന്നു. മാത്രവുമല്ല, ഡെമോക്രസി എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ ഇല്ല. ഇപ്പൊ അവിടെ അസീം മുനീറാണ് എല്ലാ പട്ടാള മേധാവിയായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസീം മുനീറാണ് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അസീം മുനീറിന്റെ കയ്യിലെ വെറും ഒരു പാവം മാത്രമാണ് ഷഹബാസ് ഷെരീഫ്. യാതൊരു അധികാരവുമില്ല, ഒന്നും നിയന്ത്രിക്കാനും പറ്റുന്നില്ല. ഇവരെല്ലാവരും ചെയ്യുന്നത്, ഇവർക്ക് കിട്ടുന്ന ഈ IMF-ൽ നിന്ന് കടമെടുക്കുന്ന പണമാണെങ്കിലും എല്ലാം തന്നെ ഇവരുടെ ഈ പട്ടാളത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കിട്ടുന്ന കാശിൽ നല്ലൊരു ശതമാനം ഇവർ സ്വകാര്യമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുകയും അവരുടെ കുടുംബങ്ങളെ, ഇപ്പൊ അസീം മുനീറിന്റെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കുടുംബങ്ങളെയും വിദേശത്താണ് പാർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ പാകിസ്ഥാനോട് യാതൊരു കൂറുമില്ലാതെ പാകിസ്ഥാനെ ഉപയോഗിച്ച് തങ്ങളുടെ പിന്നെ സമ്പാദ്യങ്ങളും ജീവിത സാഹചര്യങ്ങളും കുടുംബങ്ങളുടെയും ക്ഷേമം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് പഞ്ചാബിലുള്ളത്. ഇപ്പോ ഖ്വാജ ആസിഫ്, അവിടുത്തെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഈ വെള്ളം ഇനി തടയുകയാണെന്നുണ്ടെങ്കിൽ, ഇനിയും ഞങ്ങൾക്ക് വിട്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാത ഉണ്ടാകുമെന്നാണ്. വീണ്ടും അതുപോലെ ഒരു യുദ്ധഭീഷണിയാണ് പാകിസ്ഥാൻ മുഴക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഇതേ സമയത്ത് ഇന്ത്യ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഈ സിന്ധു നദിയിൽ നിന്നുള്ള ജലം അത് ഇന്ത്യ മറ്റ് പല ഭാഗങ്ങളിലേക്കും, രാജസ്ഥാനിലേക്കും മറ്റ് പല ജലദൗർലഭ്യം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്കും വഴിമാറ്റി കൊണ്ടുപോയി ജലസേചനം നടത്തി ഇന്ത്യയുടെ കാർഷിക വ്യവസ്ഥയെ അല്ലെങ്കിൽ ജലലഭ്യതയെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അതിതീവ്രമായി നടക്കുന്നു എന്നുള്ളതാണ് വേറൊരു വസ്തുത. അത് പാകിസ്ഥാനും അതറിയാം. നമ്മൾ വളരെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് പോലും ഇന്ത്യ നടത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ആ രീതിയിൽ ഇന്ത്യ ഇത് മുന്നോട്ട് പോകാൻ, ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു കരാറ് മരവിപ്പിച്ച കരാറിനെ കുറിച്ച് പോലും മറന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഇന്ത്യ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ചൈനയെ ഈ വിഷയത്തിലേക്ക് വലിച്ചിടാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതായത് ടിബറ്റൻ പ്ലേറ്റോയിൽ നിന്നാണ് ഈ നദി ഉദ്ഭവിക്കുന്നതെന്ന്. കാരണം ടിബറ്റ് ഇപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ്. അപ്പൊ ആ രീതിയിൽ ചൈനയെ കൂടി ഈ ഒരു വിഷയത്തിലേക്ക് പിടിച്ചിടുക എന്നുള്ളതാണ്. പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ ചൈന ഒരു ശതമാനം പോലും സാധ്യത ചൈന പറഞ്ഞിരുന്നു. ഈ നമ്മളുടെ ചൈനയിൽ മോദിയും ഷീ ജിൻപിങ്ങും പുത്തിനും എല്ലാം തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കുന്ന അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഷാങ്ഹായ് ഉച്ചകോടി, ബ്രിക്സിന്റെ അല്ല, ഷാങ്ഹായ് ഉച്ചകോടി. അപ്പൊ അതിനുശേഷം വ്യക്തമായ ഒരു നിലപാടാണ് ചൈനയും ഇന്ത്യയും തമ്മിൽ എടുത്തിട്ടുള്ളത്. അതായത് അതിർത്തി പ്രശ്നങ്ങൾ സംബന്ധമായിട്ടുള്ള ഉഭയകക്ഷി വിഷയങ്ങൾ അവിടെ മാറ്റിവെക്കുന്നു. മറിച്ച് പൊതുവിൽ സഹകരിക്കാവുന്ന മേഖലകളിൽ അതിസജീവമായി സഹകരിക്കുക എന്ന ഒരു പോളിസിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വളരെ ഗുണകരമായ മാറ്റങ്ങളുണ്ട്. കാരണം 4.37 ലക്ഷം കോടി രൂപയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളാണ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് 18,000 കോടി, ഈ ഷാങ്ഹായ് ഉച്ചകോടി ആണെന്ന് ആലോചിക്കണം, 7 കോടി രൂപയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളായിരുന്നു ഇന്ത്യ ചൈനയിലേക്ക് കടത്തി അയച്ചിരുന്നത്. എന്നാൽ ഇപ്പൊ വന്നിരിക്കുന്ന 25-26 റിപ്പോർട്ട് പ്രകാരം 18,000 കോടി രൂപയുടെ PCB, അതായത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ, ഈ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്ന പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ, 18,000 കോടി രൂപയുടെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകളാണ് ഇന്ത്യ ഈ കഴിഞ്ഞ വർഷം ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾ വളരെ കൂടുതൽ ശക്തമായി വരുന്നു. അപ്പോൾ ഈ മാറുന്ന ജിയോ പൊളിറ്റിക്സിലും ഇന്ത്യയും ചൈനയും ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ചൈന വിഷയത്തിൽ മൗനം പാലിക്കുകയേ ചെയ്യുള്ളൂ. മാത്രവുമല്ല, പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതും ചൈനയ്ക്ക് മനസ്സിലായി. കാരണം ചൈനയുടെ ഏറ്റവും കൂടുതൽ താല്പര്യം കിടക്കുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ. കാരണം ഈ എക്കണോമിക് കോറിഡോർ പോകുന്ന അതിലേക്കൂടെയാണ്. അവിടെ ഒരു വ്യോമതാവളവും അതേപോലെ തന്നെ ഈ തുറമുഖവും ചൈന സൃഷ്ടിച്ചാണ്. കോടാനകോടി ബില്യൺ ഡോളേഴ്സ് നിക്ഷേപിച്ചിട്ടാണ് ചൈന ഈ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. പക്ഷേ ചൈനയ്ക്ക് ഇതിൽ നിന്ന് അവിടേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ചൈനയുടെ ഉദ്യോഗസ്ഥരോടെ പോയി കഴിഞ്ഞാൽ കൊല ചെയ്യപ്പെടുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ചൈനയില് ബലൂചിസ്ഥാനില് വളരെ വിലപിടിപ്പുള്ള റെയർ എർത്ത് ഉണ്ടെന്നും പറഞ്ഞിട്ട് പെട്ടിക്കകത്ത് കൊണ്ടുപോയി അസീം മുനീറും
ഷഹബാസ് ഷരീഫും കൂടെ അമേരിക്കൻ പ്രസിഡന്റിനെ കാണിച്ച് അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ബലൂചിസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നു. അതെ, അപ്പൊ ഇത് ചൈനയെ വല്ലാതെ വിശ്വസിക്കാൻ കൊള്ളില്ല. അസ്വസ്ഥപ്പെടുത്തിയ സംഗതിയാണ്. ആ അതെ, അപ്പൊ ഈ വിശ്വസിക്കാൻ ഒരു കൊള്ളില്ല പാകിസ്ഥാനെ പശ്ചാത്തലത്തിൽ എന്ന് ചൈനയ്ക്ക് മനസ്സിലായി അല്ലേ സർ? എനിക്ക് വിശ്വസിക്കാൻ അതേ കൊള്ളില്ല സമയത്ത് പാകിസ്ഥാൻ. അവരുടെ അതെ. ഉം. എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതേ സമയത്ത് അതെ. അവർക്ക് ബന്ധം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനും പറ്റില്ല. കാര്യം അവരുടെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് പാകിസ്ഥാന്റെ കൈ കിടക്കുന്നത്. അതെ. അപ്പോ ഇത്രയും വാങ്ങി വെച്ചിട്ടാണ് അമേരിക്കയെ ബലൂചിസ്ഥാനിലേക്ക് വിളിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. ചൈനയുടെ സാന്നിധ്യമുള്ള ബലൂചിസ്ഥാനിലേക്ക് അമേരിക്കയെ കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്ര ഒരു സാഹചര്യത്തിൽ ചൈന ഒരു കാരണവശാലും പാകിസ്ഥാന്റെ ഈ ഒരു സൂത്രപ്പണിയില് അതല്ലെങ്കിൽ ചൈനയെ ഇതിനകത്ത് വെച്ചുള്ള ശ്രമം വിജയിക്കില്ല എന്നുള്ളതാണ് കാണേണ്ടത്. ഇത് ഒരു യുദ്ധത്തിലേക്ക് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എങ്കിലും പാകിസ്ഥാൻ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങും എന്നുള്ളൊരു സംശയം. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഒരു വല്ലാത്ത ഒരു പൊട്ടിത്തെറിയുടെ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ അയൽരാജ്യമാണ്, അവിടുത്തെ ജനങ്ങളാണ് ഇത് കഷ്ടപ്പെടുന്നതെന്ന് അറിയുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ ഇതിന്റെയൊക്കെ വിഷമം വരുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഭരണകൂടം വരുത്തി വയ്ക്കുന്ന സംഗതിയാണ്. പാകിസ്ഥാൻ ഭരണകൂടം വരുത്തി വയ്ക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ നിവൃത്തിയില്ല. അത് അവിടുത്തെ ജനങ്ങളാണ് ഭരണകൂടത്തിനെതിരെ നീങ്ങേണ്ടത്. ഇപ്പോൾ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇപ്പം POK സംഭവിച്ചതാണ്. POK അവിടെയാണ് ഏറ്റവും വലിയ അണക്കെട്ട്, വൈദ്യുത ഉൽപാദനം അവിടെ നടക്കുന്നത്. പക്ഷെ അവർക്ക് എങ്ങുമില്ലാത്ത ഒരു വൈദ്യുത നിരക്കാണ്, താങ്ങാൻ പറ്റാത്ത വൈദ്യുതി നിരക്കാണ് POK ആൾക്കാർ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അതുപോലെ അവർക്ക് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും അവർ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് POK പാക് അധീന കാശ്മീരിൽ ഇപ്പം അതിതീവ്രമായ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പാകിസ്ഥാൻ അകത്തു നിന്നും ഇങ്ങനെ എപ്പോ വേണമെങ്കിലും പൊട്ടിച്ചിതറാവുന്ന ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇത് ആകെ അവരെ നിലനിർത്തിയിരുന്നത് അവരുടെ കാർഷിക വ്യവസ്ഥയുടെ ഒരു കാർഷിക വ്യവസ്ഥയായിരുന്നു. അതിന്റെ നട്ടെല്ലിനെ തകർക്കുന്ന സംഗതിയായിപ്പോയി. അത് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ കഷ്ടമാണ്. പക്ഷെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു നിലപാട് സ്വീകരിച്ചതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുകയില്ല. കാരണം വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ള ആ ഒരു പ്രസ്താവന വീണ്ടും ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു നേർചിത്രം എന്ന് പറയുന്നത്. നന്ദി. താങ്ക് യു സാർ.